അർജന്റീനയുടെ പരിശീലകനാകുന്നതിന് മുമ്പ് അത്രയും വലിയ പേരോ ഫെയിമോ ഒന്നും ഇല്ലാത്തൊരു സാധാരണ പരിശീലകനിൽ നിന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലകൻ ഒരാളായിട്ടിരിക്കുന്ന ലയണൽ സ്കലോണി. അല്ലേ? ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് എൻട്രി SSC എക്സാമിനേഷന് വേണ്ടിയിട്ട് 2023 പ്രധാനപ്പെട്ട സ്പോർട്സ് അവാർഡുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്പോർട്സ് അവാർഡുകൾ നമ്മുടെ പരീക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സ്പോർട്സ് അവാർഡുകൾ എന്ന് പറയപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ കൂട്ടുകാർ കാര്യം ഓർക്കുക, 2024-25 വർഷത്തേക്കുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ SSC എക്സാമിനേഷൻ്റെ കാലണ്ടേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 3 lakh വേക്കൻസീസ് ആണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഫില്ല് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ വേക്കൻസീസിനാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്, ആ വേക്കൻസീസിനെല്ലാം എന്ത് ചെയ്യപ്പെടണം, കൂട്ടുകാർ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം. ഒരു കാരണവശാലും ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യപ്പെടരുത്, മിസ് ചെയ്യരുത്. അപ്പം എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യപ്പെടുക, നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതുന്ന കോഴ്സുകൾ സെലക്ട് ചെയ്തിട്ട് എൻട്രിയോടൊപ്പം തന്നെ എന്ത് ചെയ്യപ്പെടുക, പഠിച്ചു തുടങ്ങി ജോലി എന്ത് ചെയ്യപ്പെടുക, ഉറപ്പാക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നാൽ ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ നമ്മൾ 2023 ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് അവാർഡുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ്. ഫുട്ബോളിലും ക്രിക്കറ്റിലും 2023 ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് അവാർഡുകളാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഫുട്ബോളിലും ക്രിക്കറ്റിനും കൂടാതെ ലൊറൈറ്റ്സ് അവാർഡും നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് ഉറപ്പായിട്ടും 2023 സ്പോർട്സ് അവാർഡിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് സ്പോർട്സ് അവാർഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യപ്പെട്ടത്, പ്രത്യേകമായിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 2022 മനസ്സിലായല്ലോ, ഫിഫ അവാർഡുകൾ, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ അവാർഡുകൾ. നമുക്കറിയാം 2022 അവാർഡ് ഏത് വർഷമാണ് കൊടുക്കുന്നത്, 2023 എന്ത് ചെയ്യപ്പെടുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയേ, ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ 2022 ആരായിരുന്നു? ലയണൽ മെസ്സി ആയിരുന്നു. ലയണൽ മെസ്സി ആയിരുന്നു. നമുക്കറിയാം 2022 വേൾഡ് കപ്പ് ഒക്കെ വിൻ ചെയ്ത, അല്ലയോ, വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയ ലയണൽ മെസ്സി. മനസ്സിലായല്ലോ, ആ PSG-ക്കും അർജന്റീനയ്ക്കും ഇന്റർ മിയാമിക്കും ഒക്കെ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇന്റർ മിയാമിയുടെ പ്ലെയർ ആയിട്ടുള്ള അർജന്റീനിയൻ ക്യാപ്റ്റൻ ലയണൽ മെസ്സിക്കാണ് ദ ഫിഫ മെൻസ് ഫുട്ബോളർ ഓഫ് ദി ഇയർ 2022 എന്ത് ചെയ്യപ്പെടുന്നത്, സ്വന്തമാക്കിയുള്ളത്. ഫിഫയുടെ 2022 ഏറ്റവും മികച്ച വനിതാ ഫുട്ബോളർ ആരാന്ന് ചോദിച്ചാൽ അലക്സിയ പുട്ടെലസ് ആണ്. ആരാണ്? അലക്സിയ പുട്ടെലസ് ആണ്. മനസ്സിലായാലും അലക്സിയ പുട്ടെലസിനെ അറിയാം, ബാഴ്സലോണയുടെയും സ്പെയിനിൻ്റെയും ഏറ്റവും മികച്ച, അല്ലയോ, ഈ ഒരു ജനറേഷനിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വനിതാ ഫുട്ബോളേഴ്സുള്ള ഒരാളാണ് അലക്സിയയ്ക്കാണ് 2022 ഫിഫ വിമൻ പ്ലെയർ ഓഫ് ദി ഇയർ സ്വന്തമാക്കിയത്. 2022 ഫിഫയുടെ ഏറ്റവും മികച്ച മെൻസ് ഫുട്ബോൾ കോച്ച് ആരാണെന്ന് ചോദിച്ചാൽ ലയണൽ സ്കലോണിയാണ്. അർജന്റീനയെ തുടർച്ചയായിട്ടുള്ള കിരീട വിജയങ്ങളിലേക്ക് കൊണ്ടുവന്ന ലയണൽ സ്കലോണി, അല്ലേ? 2021 കോപ്പ അമേരിക്ക, 2022 ഫൈനലിസിമ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2021 കോപ്പ അമേരിക്ക, 2021 തന്നെ ഫൈനലിസിമ, 2022 തന്നെ എന്ത് ചെയ്യപ്പെടുന്നു, ഫിഫ വേൾഡ് കപ്പ്, അല്ലേ? ഫിഫ വേൾഡ് കപ്പ് ഇത്രയും നേടിക്കൊണ്ട് ഒരു വലിയൊരു ചൈത്രയാത്ര, അല്ലേ, അർജന്റീനിയൻ ടീമിൻ്റെ. അതായത് ഫിഫ നമ്മുടെ 2021 അർജന്റീന കോപ്പ അമേരിക്ക അടിക്കുമ്പോൾ 28 വർഷത്തിന് ശേഷമാണ് അവർക്ക് എന്ത് ചെയ്യപ്പെടുന്നത്, ഒരു മേജർ ടൂർണമെൻറ്റ് കിട്ടുന്നത്. ആ 28 വർഷത്തെ മേജർ ടൂർണമെൻറ്റ് വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ലയണൽ സ്കലോണി. അത്രയും അർജന്റീനയുടെ പരിശീലകനാകുന്നതിന് മുമ്പ് അത്രയും വലിയ പേരോ ഫെയിമോ ഒന്നും ഇല്ലാത്തൊരു സാധാരണ പരിശീലകനിൽ നിന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലകൻ ഒരാളായിട്ടിരിക്കുന്ന ലയണൽ സ്കലോണി, അല്ലയോ? അതേപോലെ തന്നെ ഫിഫ വിമൻസ് കോച്ച് ഓഫ് ദി ഇയർ 2022 ആരാണ്? സെറീന വിഗ്മാൻ എന്ന് പറയപ്പെടുന്നത്. ഇംഗ്ലീഷ് വിമൻ ഫുട്ബോളിൻ്റെ കോച്ചാണ്. ഇംഗ്ലീഷ് വനിതാ ഫുട്ബോളിനെ ലോകകപ്പിൻ്റെ ഫൈനൽ വരെയൊക്കെ എത്തിച്ച പ്രധാനപ്പെട്ട ഒരു കോച്ചാണ് സെറീന എന്ന് പറയപ്പെടുന്നത്. സെറീനയ്ക്കാണ് ആ അവാർഡ് എന്ത് ചെയ്യപ്പെടുന്നത്, സ്വന്തമാക്കിയുള്ളത്. ഫിഫയുടെ 2022 ഏറ്റവും മികച്ച ഗോളി ആരാണെന്ന് ചോദിച്ചാൽ എമിലിയാനോ മാർട്ടിനസ് ആണ്. ആരാണ്? എമിലിയാനോ മാർട്ടിനസ് ആണ്. 2021 കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിലെയും 2022 വേൾഡ് കപ്പിലെയും ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ലഭിച്ച എമിലിയാനോ മാർട്ടിനസ്, അല്ലേ? മാർട്ടിനസ് തന്നെയായിരുന്നു അർജന്റീനയുടെ കുന്തമുന എന്ന് പറയപ്പെടുന്നത്. മെസ്സി കഴിഞ്ഞാൽ ആ ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആർക്കായിരുന്നു? എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയപ്പെടുന്ന ആസ്റ്റൺ വില്ലയുടെ അർജന്റീനിയൻ ഗോൾ കീപ്പർ തന്നെയായിരുന്നു, അല്ലേ?
കുറേ മത്സരങ്ങളിൽ, കുറേ നോക്കൗട്ട് മത്സരങ്ങളിൽ അർജന്റീന ജയിച്ചു കയറുന്നത് പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ്. ആ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നിർണായകമായിട്ട് എതിരാളികളുടെ നിർണായകമായിട്ടുള്ള കിക്കുകൾ തടഞ്ഞിട്ടുണ്ട്. അത് നെതർലൻഡിനെതിരെ ആയിക്കോട്ടെ, ഫൈനലിൽ ഫ്രാൻസിനെതിരെ ആയിക്കോട്ടെ, നിർണായകമായിട്ടുള്ള കിക്കുകൾ തടഞ്ഞിട്ടുകൊണ്ട് അർജന്റീനയെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലയോ? അപ്പോൾ വേൾഡ് കപ്പിൻ്റെ എക്സ്ട്രാ ടൈമിൽ, അല്ലയോ, എമിലിയാനോ മാർട്ടിനസിൻ്റെ ഐതിഹാസികമായിട്ടുള്ളൊരു സേവ് ഉണ്ട്, അല്ലേ? 3-3 സ്കോർ നിൽക്കുമ്പോൾ ഐതിഹാസികമായിട്ടുള്ള സേവ് ഉണ്ട്. അപ്പോൾ ആ സേവ് ഒക്കെ എന്ത് ചെയ്യപ്പെടുന്നു? എമിലിയാനോ മാർട്ടിനസിനെ എന്ത് ചെയ്യപ്പെടുന്നു? ഫിഫയുടെ 2022 ഏറ്റവും മികച്ച ഗോളിയായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? തിരഞ്ഞെടുക്കുന്നു. മേരി റബ്സ്, ഇംഗ്ലണ്ടിനെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും ഗോളിയായിട്ടുള്ള മേരി റബ്സ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് എന്ന് പറയപ്പെടുന്നത് ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. പുസ്കാസ് അവാർഡ് എന്ന് ചോദിച്ചാൽ സ്പെക്ടാക്കുലർ ഗോളാണ്. 2022 ഏറ്റവും മികച്ച ഗോൾ നേടിയിട്ടുള്ളത് മാർക്കിൻ ഒലൈസ്കിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഏറ്റവും മികച്ച ഗോൾ നേടിയിട്ടുള്ളത്. 2022 ഫിഫയുടെ ഏറ്റവും മികച്ച ഫാൻസിനുള്ള പുരസ്കാരം കിട്ടിയത് അർജന്റീനിയൻ ഫുട്ബോൾ ഫാൻസിനാണ്. ആർക്കാണ്? അർജന്റീനിയൻ ഫുട്ബോൾ ഫാൻസ്. സോ അർജന്റീനയുടെ ഡോമിനൻസ് ആയിരുന്നു 2022 ഫിഫ അവാർഡിൽ, വേൾഡ് കപ്പിലും ഫിഫ അവാർഡിൽ നമ്മൾ കാണുന്നത്. മെൻസ് പ്ലെയർ അവർക്കാണ് കിട്ടിയത്, മികച്ച കോച്ചിനെ അവർക്കാണ് ലഭിച്ചത്, അതേപോലെ തന്നെ മികച്ച ഗോളിക്കുള്ള പുരസ്കാരം അവർക്കാണ് ലഭിച്ചത്, അതേപോലെ തന്നെ മികച്ച ഫാൻ ഫോളോയിങ്ങിനുള്ള പുരസ്കാരം അവർക്കാണ് ലഭിച്ചത്. അർജന്റീനിയൻ ഫാൻസിനാണ് ലഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. 2023 ബാലൺ ദിയോർ ഫിഫ വേൾഡ് കപ്പിലെ പ്രകടനം സ്വാധീനിച്ചതുകൊണ്ട് 2023 ബാലൺ ദിയോർ പുരസ്കാരം സ്വന്തമാക്കിയതാരാണ്? ലയണൽ മെസ്സിയാണ്. മനസ്സിലായല്ലോ? ലയണൽ മെസ്സിയുടെ 8ാമത്തെ ബാലൺ ദിയോർ പുരസ്കാരമാണിത്. ഏറ്റവും കൂടുതൽ ബാലൺ ദിയോർ പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തി ആരാണ്? ലയണൽ ആന്ത്രിയാസ് മെസ്സി എന്ന് പറയപ്പെടുന്ന നമ്മളുടെ ലയണൽ മെസ്സിയാണ്. കാര്യം ബാലൺ ദിയോർ എന്ന് പറയപ്പെടുന്നത് ഒരു ഫ്രഞ്ച് മാഗസീൻ്റെ നൽകുന്ന അവാർഡാണ്. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫുട്ബോൾ അവാർഡാണ് ബാലൺ ദിയോർ എന്ന് പറയപ്പെടുന്നത്. 8ാമത്തെ തവണയാണ് ലയണൽ മെസ്സിക്ക് ഏത് അവാർഡ് കിട്ടുന്നത്? ബാലൺ ദിയോർ പുരസ്കാരം സ്വന്തമാക്കുന്നത്. തൊട്ട് പിന്നിലുള്ളത് ബാലൺ ദിയോർ പുരസ്കാരം നേട്ടത്തിൽ മെസ്സിയുടെ പിന്നിൽ നിൽക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 5 ബാലൺ ദിയോർ പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പം വ്യത്യാസം മനസ്സിലായി. ഇനി ന്യൂ ജനറേഷനിലുള്ള ആൾക്കാർ എത്ര മത്സരിച്ചാലാണ് ഇവർക്ക് ഒപ്പം എത്തുക എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ഇപ്പം മോഡേൺ ഫുട്ബോളിലെ ഏറ്റവും മികച്ച 2 കളിക്കാരായിട്ടുള്ള എർലിംഗ് ഹാലാൻഡിനെയും കെലിയൻ എംബാപ്പയും 2-3 സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളിയിട്ടാണ് ലിയോണൽ മെസ്സി എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ബാലൺ ദിയോർ ഫെമിനൻ സ്വന്തമാക്കിയത് ആരാണ്? ഐറ്റിന ബോൺമാറ്റിയാണ്. മനസ്സിലായോ? FC ബാഴ്സലോണയുടെയും സ്പെയിനിൻ്റെയും 2023 ഫിഫ വിമൻസ് ഫുട്ബോൾ ഉണ്ടായിരുന്നു. അത് വിന്നർ ആരാണ്? സ്പെയിനായിരുന്നു. അപ്പം ആ ഒരു സ്പെയിൻ്റെ വിജയത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഐറ്റീന ബോൺമാറ്റി എന്ന് പറയപ്പെടുന്നത്. അവർക്കാണ് ബാലൺ ദിയോർ ഫെമിനിൻ, അതായത് വനിതകൾക്കുള്ള ബാലൺ ദിയോർ പുരസ്കാരം ലഭിച്ചത്. കോപ്പ ട്രോഫി ഫോർ ബെസ്റ്റ് മെയിൽ അണ്ടർ 21 പ്ലെയർ, ലോകത്തിലെ ഏറ്റവും മികച്ച 21 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള കോപ്പ ട്രോഫി, ബാലൺ ദിയോറിലെ കോപ്പ ട്രോഫി സ്വന്തമാക്കിയത് ഇംഗ്ലണ്ടിലെയും റിയൽ മാഡ്രിഡിൻ്റെയും പ്രതിഭാധനായിട്ടുള്ള ന്യൂ ഏജ് ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിലുള്ള ജൂഡ് ബെല്ലിംഗ്ഹാമിനാണ് എന്ത് ചെയ്യപ്പെട്ടത്? ആ പുരസ്കാരം ലഭിച്ചത്. ഈ സീസണിലാണ് ജൂഡ് ബെല്ലിംഗ്ഹാം എങ്ങോട്ട് എത്തുന്നത്? റയൽ മാഡ്രിഡിലേക്ക് എത്തുന്നത്. അതിനുമുമ്പ് അദ്ദേഹം ബൊറൂസിയ ഡോട്ട്മുണ്ട് ക്ലബിൽ കളിച്ചിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് ഫുട്ബോൾ ടീമിലെ സ്ഥിരം സാന്നിധ്യമാണ്. ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാർ, അപ്കമിങ് മിഡ്ഫീൽഡർമാർ, ഭാവിയിലൊക്കെ ഈ ബാലൺ ദിയോർ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നേടുന്നത് പട്ടികയിൽ നമുക്ക് പരിഗണിക്കാൻ കഴിയുന്ന ആളാണ് ആരെന്ന് പറയപ്പെടുന്നത്? ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗോളി ബാലൺ ദിയോർ പുരസ്കാരം യാച്ചിൻ ട്രോഫി എന്നാണ് അറിയപ്പെടുന്നത്. ആ ട്രോഫി കിട്ടിയത് ആരാണ്? ബെസ്റ്റ് മെയിൽ ഗോൾ കീപ്പർ കിട്ടിയത് എമിലിയാനോ മാർട്ടീനസിനാണ്. ആർക്കാണ് ലഭിച്ചത്? എമിലിയാനോ മാർട്ടീനസിനാണ് ആ പുരസ്കാരം എന്ത് ചെയ്യപ്പെട്ടത്? ലഭിച്ചത്. അതേപോലെ തന്നെ ഗ്രെറ്റ് മുള്ളർ ട്രോഫി ഫോർ ഹയസ്റ്റ് സ്കോറിംഗ് മെയിൽ സ്ട്രൈക്കർ, അതായത് കഴിഞ്ഞ ഫുട്ബോൾ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിക്കൊണ്ട് ഗ്രെറ്റ് മുള്ളർ ട്രോഫി, ഗ്രെറ്റ് മുള്ളർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ജർമ്മനിയുടെ ഫുട്ബോൾ ഇതിഹാസമാണ് ഗ്രെറ്റ് മുള്ളർ എന്ന് പറയപ്പെടുന്നത്. ആ പുരസ്കാരം സ്വന്തമാക്കിയതാണ് എർലിംഗ് ഹാലൻഡ് ആണ്, അല്ലയോ? മാഞ്ചസ്റ്റർ സിറ്റിയെ UEFA ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? എർലിംഗ് ഹാലൻഡ്. UEFA പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം എർലിംഗ് ഹാലൻഡിനായിരുന്നു. അതുപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് EPL ടോപ്പ് സ്കോറർ, പോയ സീസണിലെ ടോപ്പ് സ്കോററും ആര് തന്നെയായിരുന്നു? എർലിംഗ് ഹാലൻഡ് എന്ന് പറയപ്പെടുന്നത് നോർവേയുടെ പ്ലെയർ ആണ്, അല്ലയോ? ഈ ബാലൺ ദിയോർ പുരസ്കാരത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെട്ടിരുന്ന, മെസ്സിക്ക് വലിയൊരു കോമ്പറ്റീഷൻ നൽകിയ പ്ലെയർ ആണ് ആരെന്ന് പറയപ്പെടുന്നത്? എർലിംഗ് ഹാലൻഡ് എന്ന് പറയപ്പെടുന്നത്. ഹാലൻഡിന് ഗ്രെറ്റ് മുള്ളർ ട്രോഫി ഫോർ ദി ഹയസ്റ്റ് ഗോൾ സ്കോർ അവാർഡ് മെയിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ സോക്രട്ടീസ് അവാർഡ് ടു അക്നോളജ് ഹ്യൂമാനിറ്റേറിയൻ വർക്ക്,
സോക്രട്ടീസ് അവാർഡ് ഫോർ അക്നോളജിങ് ഹ്യൂമാനിറ്റേറിയൻ വർക്ക് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയപ്പെടുന്ന റയൽ മാഡ്രിഡിന്റെയും ബ്രസീലിന്റെയും വിങ്ങർക്കാണ് ആ പുരസ്കാരം ലഭിക്കുന്നത്. വിനീഷ്യസ് ജൂനിയർ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, ഫുട്ബോളിലെ കളർ ഡിസ്ക്രിമിനേഷൻ അല്ലയോ, വർണ്ണവെറിക്ക് വംശീയവെറിക്കോ വർണ്ണവെറിക്കോ ഏറ്റവും കൂടുതൽ വിധേയനായിട്ടുള്ള വ്യക്തിയാണ് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയപ്പെടുന്ന ബ്രസീലിൻ്റെ ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയേഴ്സിൽ അല്ലെങ്കിൽ യുവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയറാണ് ആരെന്ന് പറയപ്പെടുന്നത് വിനി. നമുക്കറിയാം സ്പെയിനിൽ വെച്ചിട്ടും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ ക്ലബ് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ വിനി എന്ത് ചെയ്യപ്പെടുക, അദ്ദേഹത്തെ പ്രധാനമായിട്ടും വംശീയമായിട്ട് അതിക്രമിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുകയും വംശീയമായ അതിക്രമം നേരിടുന്ന എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് വിനീഷ്യസ് ജൂനിയർ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ വർക്ക് ചെയ്യുന്ന ആളാണ് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിനാണ് സോക്രട്ടീസ് അവാർഡ് ടു അക്നോളജ് ഹ്യൂമാനിറ്റേറിയൻ വർക്ക്. 2023 ബാലൺ ദിയോറിൽ പോയ വർഷത്തെ ഏറ്റവും മികച്ച ക്ലബ്ബായിട്ട് തിരഞ്ഞെടുക്കേണ്ട പുരുഷ ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് EPL, FA കപ്പ്, അതേപോലെ തന്നെ UEFA ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞു അല്ലയോ. പെപ് ഗാർഡിയോളയുടെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലെ മേജർ ടൂർണമെന്റുകൾ, യൂറോപ്പിലെ മേജർ ടൂർണമെന്റുകളെല്ലാം മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കുന്നു. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി എങ്ങനെ പുരുഷ വിഭാഗത്തിൽ കളിക്കുന്നു, അതുപോലെ തന്നെ FC ബാഴ്സലോണയുടെ വനിതാ ടീം എന്ത് ചെയ്യപ്പെടുന്നു, പ്രധാനപ്പെട്ട ലാ ലീഗ ആയിക്കോട്ടെ, UEFA ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ, കോപ്പ ഡെൽ റേ ആയിക്കോട്ടെ, എല്ലാ കിരീടങ്ങളും അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ക്ലബ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചതും ബാഴ്സലോണയ്ക്കാണ്. അപ്പം ബാലൺ ദി ഇയർ എന്നൊരു ചോദ്യം, ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരങ്ങളിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യപ്പെടാം, ഉറപ്പിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ലൊറൈൻ സ്പോർട്സ് അവാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് എന്ന് പറയപ്പെടുന്നത്. ലൊറൈൻ സ്പോർട്സ് അവാർഡ് എന്ന് പറയപ്പെടുന്നത് സ്പോർട്സ് ഓസ്കർ എന്നറിയപ്പെടുന്ന അവാർഡാണ് ലൊറൈൻ സ്പോർട്സ് അവാർഡ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, 2023 റൊളൈൻസ് സ്പോർട്സ് അവാർഡ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ റൊളൈൻസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആരാണ്? ലയണൽ മെസ്സിക്കാണ്. ആർക്കാണ് ലഭിച്ചത്? ലയണൽ മെസ്സിക്കാണ് സ്വന്തമാക്കിയത്. ലയണൽ മെസ്സിക്ക് രണ്ടാമത്തെ തവണയാണ് എന്ത് കിട്ടുന്നത്? ലൊറൈൻസ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിക്കുന്നത്. ഈ ലൊറൈൻസ് അവാർഡ് കിട്ടുന്ന ടീം ഗെയിമിൽ നിന്നുള്ള ആദ്യത്തെ ആള് ലയണൽ മെസ്സിയാണ്. ഈ ലൊറൈൻസ് അവാർഡ് സ്പോർട്സിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ലൊറൈൻസ് അവാർഡ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെ കിട്ടുന്ന ഈ ഒരു അവാർഡിനകത്ത് എന്താ പറയുക, സ്പോർട്സിൽ നിന്ന്, അതായത് ടീം ഗെയിമിൽ നിന്ന് അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്ന ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ്. അത് 2021 അദ്ദേഹത്തിന് ലഭിച്ചു. 2022 അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു? അത് വീണ്ടും ആവർത്തിച്ചു അല്ലേ. രണ്ടാമത്തെ തവണയായിട്ടിരുന്നത് അദ്ദേഹം ഏത് മേഖലയാണ്? ഫുട്ബോളാണ്. ഷെല്ലി ആൻഡ് ഫ്രൈസറിനെ നമുക്കറിയാം അല്ലയോ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വനിതകളിൽ ഒരാളാണ് ഷെല്ലി ആൻഡ് ഫ്രൈസർ എന്ന് പറയപ്പെടുന്നത്. ജമൈക്കൻ സ്പ്രിന്ററാണ്. അവർക്കാണ് ഈ വർഷത്തെ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആണ് ആരെന്ന് പറയപ്പെടുന്നത്? ഷെല്ലി ആൻഡ് ഫ്രൈസർ എന്ന് പറയപ്പെടുന്നത്. അപ്പം ലൊറൈൻസ് സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഷെല്ലി ആൻഡ് ഫ്രൈസറിനാണ്. ലൊറൈൻസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് അർജന്റീന മെൻസ് ഫുട്ബോൾ ടീമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഫുട്ബോളിൽ ഈ വർഷം നടന്ന മേജർ ഗ്ലോബൽ ടൂർണമെന്റുകളെല്ലാം നേടിയ, അത് കോണ്ടിനെന്റൽ കപ്പായിട്ടുള്ള കോപ്പ അമേരിക്ക ആയിക്കോട്ടെ, യൂറോപ്പ് കപ്പും പ്രധാനപ്പെട്ട കോണ്ടിനെന്റിലെ ചാമ്പ്യന്മാരെ ഏറ്റുമുട്ടുന്ന ഫൈനലിസിമ ടൂർണമെന്റ് ആയിക്കോട്ടെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദ ബിഗ്ഗസ്റ്റ് പ്രൈസ് ഇൻ ഫുട്ബോൾ ഏതാണ്? ഫിഫ വേൾഡ് കപ്പ് അല്ലേ. ഇതൊക്കെ നേടിക്കൊണ്ട് എന്ത് ചെയ്യപ്പെടുന്നു? അർജന്റീന ഫുട്ബോൾ ടീമാണ് ഈ വർഷത്തെ എന്ത് ചെയ്യപ്പെട്ടത്? ഏറ്റവും മികച്ച ടീമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലൊറൈൻസ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ, അതായത് യുവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? കാർലോസ് അൽക്കാരസ് അല്ലയോ. സ്പാനിഷിന്റെ ടെന്നീസ് സെൻസേഷൻ ആയിട്ടുള്ള കാർലോസ് അൽക്കാരസ് അല്ലേ എന്ത് ചെയ്യപ്പെട്ടു? ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളൊക്കെ നേടി തുടങ്ങുന്നു കാർലോസ് അൽക്കാരസ്. അദ്ദേഹത്തെയാണ് ബ്രേക്ക് ത്രൂ ഇയർ ആയിട്ട് ചെയ്തത്. ലൊറൈൻസ് കംബാക്ക് ഓഫ് ദി ഇയർ ആർക്കായിരുന്നു? ഡെൻമാർക്ക് ഫുട്ബോൾ താരമായിട്ടുള്ള ക്രിസ്ത്യൻ എറിക്സൺ. നമുക്കറിയാം യൂറോ കപ്പ് 2021 യൂറോ കപ്പില് മത്സരത്തിനിടെ എന്ത് ചെയ്യപ്പെട്ടു? ഹാർട്ട് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീഴുകയും മരണത്തോട് മല്ലിടുകയും അല്ലയോ, മരണത്തിന്റെ മുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വീണ്ടും എന്ത് ചെയ്യപ്പെട്ടു? ഫുട്ബോൾ കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അല്ലയോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തുകയും ഡെൻമാർക്കിൽ എത്തുകയും വേൾഡ് കപ്പിൽ ഉൾപ്പെടെ നല്ല പ്രകടനം കാഴ്ചവെച്ച ക്രിസ്ത്യൻ എറിക്സൺ ആണ് എന്നു പറയപ്പെടുന്നത് ഈ വർഷത്തെ കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത്. ഓക്കെ, അടുത്തത് നോക്കിയേ. ലൊറൈൻസ് വേൾഡ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ വിത്ത് എ ഡിസബിലിറ്റിക്കുള്ള ഒരാൾ കിട്ടിയത് ആർക്കാണ്? കാതറിൻ ഡെപ് റണ്ണർക്കാണ് എന്ത് ചെയ്യപ്പെട്ടത്? പുരസ്കാരം ലഭിച്ചത്. പാരാ അത്ലറ്റ് ആണ് അദ്ദേഹം. വീൽ ചെയർ റേസർ ആണ്. അതായത് ലൊറൈൻസ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ
പുരസ്കാരം ലഭിച്ചത് ആരാണ്? എലിൻ ഗ്യൂ ആണ്. മനസ്സിലായല്ലോ. ചൈനയുടെ ഫ്രീ സ്റ്റൈൽ സ്കീയിങ് ആയിട്ടുള്ള എലിൻ ഗ്യൂവിനാണ് അവാർഡ് ലഭിച്ചത്. ലൊറൈൻ സ്പോർട്സ് അവാർഡ് ഫോർ ഗുഡ് ലഭിച്ചത് ആർക്കാണ്? ടീം അപ്പിനാണ് എന്ത് ചെയ്തത്? പുരസ്കാരം ലഭിച്ചത്. സോ ഈ ഒരു ഫസ്റ്റിനകത്ത് കിടക്കുന്നതിനകത്തുനിന്ന് ഒരു ചോദ്യം എന്ത് ചെയ്യപ്പെടും? വളരെ പ്രധാനമായിട്ട് ചോദിക്കും. പിന്നെ ഇതും ഡിസബിലിറ്റിയും ലൊറൈൻ സ്പോർട്സ് ഫോർ ഗുഡും എന്ത് ചെയ്യപ്പെടുക? കൃത്യമായിട്ടൊന്ന് നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ, അടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 2022 ICC അവാർഡ് വർഷം 2022 ആണെങ്കിലും അവാർഡ് കൊടുക്കുന്ന വർഷം ഏതാണ്? 2023. അതായത് ക്രിക്കറ്റിലെ 2022 പെർഫോമൻസ് വെച്ചിട്ട് 2023 എന്ത് ചെയ്യപ്പെടുന്നു? അവാർഡ് കൊടുക്കുന്നു. ICC അവാർഡ്സ് 2023 ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് അല്ലെങ്കിൽ എന്താണ്? സർ ഗ്രാഡ്ഫിൽ സോബേഴ്സ് ട്രോഫി സ്വന്തമാക്കിയത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ബാബർ അസമാണ്. ആർക്കാണ് കിട്ടിയത്? ബാബർ അസമിനാണ് സ്വന്തമാക്കിയത്. മനസ്സിലായല്ലോ. റേച്ചർ ഹെയ്ഹോ ഫ്ലിന്റ് ട്രോഫി, അതായത് ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, ICC വിമൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ കിട്ടിയത് ആർക്കാണ്? നാറ്റ്സ് കെവിയറിനാണ് എന്ത് കിട്ടിയത്? ആ പുരസ്കാരം ലഭിച്ചത്. മനസ്സിലായല്ലോ. ICCയുടെ മെൻസിന്റെ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയതാണ് ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ബെൻ സ്റ്റോക്സ് ആണ്. അതുപോലെ മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയറും പുരസ്കാരം ആര് ലഭിക്കുന്നു? പാകിസ്ഥാൻകാരനായിട്ടുള്ള ബാബർ അസം. അപ്പോൾ ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അല്ലെങ്കിൽ ഗ്യാഡ്ഫി സോബേഴ്സ് അവാർഡ്, ICC മെൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് രണ്ടു പേർക്കാണ്? ഗ്യാഡ് സോബേഴ്സിനാണ് ലഭിച്ചത്. ICC ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? നാറ്റ്സ് കെവിയർക്കാണ്. ആർക്കാണ് ലഭിച്ചത്? ICC ODI ക്രിക്കറ്റർ വിമൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് നാറ്റ്സ് കെവിയർ ആണ്. നാറ്റ്സ് കെവിയർ ഏത് രാജ്യക്കാരിയാണ്? ഇംഗ്ലണ്ടുകാരിയാണ് അല്ലേ. 2022 പെർഫോമൻസിന് 2023 ICCയുടെ ഏറ്റവും മികച്ച 2020 പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സൂര്യകുമാർ യാദവിനെയാണ്. ഇന്ത്യക്കാരനായിട്ടുള്ള സൂര്യകുമാർ യാദവിനെയാണ് സ്വന്തമാക്കിയത്. അതുപോലെ വിമൻസ് 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് തഹ്ലിയ മഗ്രാത്തിനെയാണ് എന്ത് ചെയ്യപ്പെട്ടത്? തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മെൻസ് എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ എന്ന് പറയപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കൻ ഫേസ് ബോളർ, നല്ല ഉയരമൊക്കെ ഉള്ള അല്ലേ, മാർക്കോ ജെൻസണെയാണ് എന്ത് ചെയ്യപ്പെട്ടത്? തിരഞ്ഞെടുക്കപ്പെട്ടത്. വിമൻസ് എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ വനിത തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ പേസ് ബോളർ ആയിട്ടുള്ള വിമൻസ് പേസ് ബോളർ ആയിട്ടുള്ള ആരാണ്? രേണുക സിംഗിനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മെൻസ് അസോസിയേറ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഗെർഹാർഡ് എറാസ്മസിനാണ്. ആർക്കാണ് ലഭിച്ചത്? നമീബിയയുടെ ഗെർഹാർഡ് എറാസ്മസിനാണ് ലഭിച്ചത്. വിമൻസ് അസോസിയേറ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ സ്വന്തമാക്കിയത് ആരാണ്? ഇഷ ഉസ ഇന്ത്യൻ ആണ്, പക്ഷേ ഇപ്പോൾ ആർക്ക് വേണ്ടി കളിക്കുന്നത്? UAE ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ഇന്ത്യൻ ആയിട്ടുള്ള UAE ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, ഇന്ത്യൻ നാഷണാലിറ്റി ഇന്ത്യക്കാരിയായിരുന്നു, പിന്നീടാണ് UAEയിലേക്ക് പോകുന്നത്. ഇഷ ഉസയ്ക്കാണ് എന്ത് ചെയ്തത്? വിമൻസ് അസോസിയേറ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിക്കുന്നത്. സോ വിമൻസിൻ്റെയും മെൻസിൻ്റെയും ഒരേ പ്രാധാന്യമാണ് എല്ലാ അവാർഡുകൾക്കും. ICCയുടെ അവാർഡുകൾ എന്ത് ചെയ്യപ്പെടുക? കൃത്യമായിട്ട് നോക്കിക്കൊണ്ടുപോവുക. 1 മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് ലഭിക്കും. 2023 IPL എൻഡ് ചെയ്തപ്പോൾ IPL അവാർഡുകൾ എന്ത് ചെയ്തു? വളരെ പ്രാധാന്യമുള്ള അവാർഡുകളാണ്. മനസ്സിലായല്ലോ. 2023 IPL ട്രോഫി വിന്നേഴ്സ് ആരാണ്? ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 5ാമത്തെ ടൈറ്റിലാണ് എന്നെന്ന് പറയപ്പെടുന്നത് ഈ 2023 IPL ടൈറ്റിൽ എന്ന് പറയപ്പെടുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ നമുക്കറിയാം മഹേന്ദ്ര സിംഗ് ധോണിയാണ്. IPL കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ. IPL കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ ആരാണ്? അത് നമ്മളുടെ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഫൈനലിൽ ഹാർദിക് പാണ്ഡ്യ നയിച്ച ഗുജറാത്ത് ടൈറ്റൻസിനെ അന്ന് വരെയുള്ള ഡിഫെൻഡിങ് ചാമ്പ്യൻസിനെ അട്ടിമറിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് അട്ടിമറിച്ചു. 3rd പ്ലേസ് മുംബൈ ഇന്ത്യൻസിനാണ്. 4th പ്ലേസ് ആർക്കാണ്? ലക്നൗ സൂപ്പർ ജയൻസിനാണ്. 2023 IPLിലെ ഏറ്റവും മികച്ച വെന്യൂസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൽക്കട്ടയിലെ ഈഡൻ ഗാർഡൻസിനെയും മുംബൈയിലെ വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനെയാണ് എന്ത് ചെയ്യപ്പെട്ടത്? തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 IPL ഫെയർ പ്ലേ അവാർഡ് കിട്ടിയത് ആർക്കാണ്? ഡൽഹി ക്യാപിറ്റൽസിനാണ്. ആർക്കാണ് അവാർഡ് ലഭിച്ചത്? ഡൽഹി ക്യാപിറ്റൽസിനാണ് അവാർഡ് ലഭിച്ചത്. ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻ, യഥാർത്ഥ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഋഷഭ് പന്താണ്. പുള്ളി പരിക്ക് കാരണം ഈ സീസൺ അപകടം കാരണം കളിച്ചില്ല. പകരം നയിച്ചത് ഡേവിഡ് വാർണറാണ് അല്ലയോ. അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനാണ് IPL ഫെയർ പ്ലേ അവാർഡ് എന്ത് ചെയ്തത്? കിട്ടിയത്. മനസ്സിലായല്ലോ. ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത പ്ലെയർ കൊടുക്കുന്ന അവാർഡിന്റെ പേര് ഓറഞ്ച് ക്യാപ്പ് അവാർഡാണ്. മനസ്സിലായല്ലോ. ഓറഞ്ച് ക്യാപ്പ് അവാർഡ് ഫോർ ഹയസ്റ്റ് റൺ സ്കോറർ ശുഭ്മാൻ ഗിൽ അല്ലയോ. ശുഭ്മാൻ ഗിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. ഈ സീസണിൽ 890 റൺസ് അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു? സ്കോർ ചെയ്തു അല്ലയോ. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൗളർക്ക് കൊടുക്കുന്ന പുരസ്കാരം എന്ന് പറയപ്പെടുന്ന പർപ്പിൾ ക്യാപ്പാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആര്?
ഇന്ത്യൻ ബൗളറായിട്ടുള്ള മുഹമ്മദ് ഷമി അല്ലേ, മുഹമ്മദ് ഷമി 28 വിക്കറ്റോടുകൂടി എന്ത് ചെയ്യപ്പെട്ടു, അത് സ്വന്തമാക്കി. ഈ ഒരു IPL ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്ന ബാറ്റ്സ്മാൻ ഗ്ലെൻ മാക്സ്വെൽ ആണ്. ഗ്ലെൻ മാക്സ്വെൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലയോ, വളരെ വേഗത്തിൽ റൺ സ്കോർ ചെയ്യുന്ന വ്യക്തിയാണ് ആര്, ഗ്ലെൻ മാക്സ്വെൽ. IPL സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി ടൂർണമെന്റ് ആരാണ്, ഗ്ലെൻ മാക്സ്വെൽ ആണ്. ഗെയിം ചേഞ്ചർ ഓഫ് ദി ടൂർണമെന്റ് ആ പുരസ്കാരം സ്വന്തമാക്കിയതും ആരാണ്, ശുഭ്മാൻ ഗില്ലാണ്. അപ്പോൾ ശുഭ്മാൻ ഗില്ലായിരുന്നു ഓറഞ്ച് ക്യാപ്പ് അവാർഡ് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ഗെയിം ചേഞ്ചർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരവും അദ്ദേഹത്തിനാണ് ലഭിച്ചത് അല്ലയോ. മോസ്റ്റ് ഫോർ, കഴിഞ്ഞ IPL ഏറ്റവും കൂടുതൽ 4 അടിച്ചത് ആരാണ്, ശുഭ്മാൻ ഗില്ലാണ്. ഏറ്റവും വലിയ 6, അതായത് 115 മീറ്റർ 6 അടിച്ച ആളാരാണ്, ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഫാഫ് ഡുപ്ലസി ആണ്. ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2023 IPL ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ക്യാച്ച് എടുത്തത് റാഷിദ് ഖാൻ ആണ്. റാഷിദ് ഖാൻ ആർക്ക് വേണ്ടിയിട്ടാണ്, ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ടാണ് ആര് കളിക്കുന്നത്, റാഷിദ് ഖാൻ കളിക്കുന്നത് അല്ലയോ. ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ടാണ് ആര് കളിക്കുന്നത്, റാഷിദ് ഖാൻ എന്ത് ചെയ്യപ്പെടുന്നത്, കളിക്കുന്നത്. ഓക്കെ, എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ ആരായിരുന്നു, യശസ്വി ജയ്സ്വാൾ അല്ലയോ. നമ്മുടെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്ന യശസ്വി ജയ്സ്വാൾ. ഈ സീസണിൽ അദ്ദേഹം ഈ IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി അടിച്ചതും ആരാണ്, യശസ്വി ജയ്സ്വാൾ ആണ്. ഓക്കെ, ഞാൻ നേരത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഫുട്ബോള്, ക്രിക്കറ്റ്, ലൊറൈറ്റ്സ് അവാർഡ് അല്ലേ, ഈ 3 മേഖലയിൽ നിന്നും എന്ത് ചെയ്യപ്പെടുന്നു, ഓരോ ചോദ്യങ്ങൾ വെച്ചാൽ തന്നെ എന്ത് ചെയ്യപ്പെടും, പരീക്ഷയ്ക്ക് 1 മാർക്ക്, ഓരോ സീസണിൽ നിന്ന് ഓരോ മാർക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് ഡിസ്കസ് ചെയ്തത്. സ്പോർട്സ് അവാർഡ്സ് 2023 എന്ന് പറയപ്പെടുന്ന ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ, പൂർണ്ണമായിട്ടും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റെന്തെങ്കിലും വിശേഷങ്ങളുമായി കാണുന്നവരെ ഇറ്റ്സ് മീ വിശ്വനാഥ് സൈനിങ് ഓഫ് ഫ്രം എൻട്രി ആപ്പ്. നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്, എന്താണ് നമ്മുടെ SSCയുടെ 2024-25 ടൈം അല്ലയോ, ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കലണ്ടർ വന്നിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യപ്പെടണം, ഓരോ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾക്കുള്ള ഇതിന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യപ്പെടണം, എൻട്രി ആപ്പിനോടൊപ്പം പഠനം ആരംഭിക്കുക. അപ്പം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.